എല്ലാ സുഹൃത്തുക്കൾക്കും വരമൊഴിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ആലുവയ്ക്കടുത്ത് തോട്ടുമുഖത്തുള്ള ശ്രീനാരായണഗിരിയിലാണ്. ഫാദർ-ഇൻ-ലോയുടെ സെക്കൻഡ് ഡെത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഈ ശ്രീനാരായണഗിരിയിലെത്തിയത്. അപ്പോൾ നമുക്ക് ശ്രീനാരായണഗിരിയുടെ ചില കാഴ്ചകളൊക്കെ കാണാം. ശ്രീനാരായണ സേവികാ സമാജം രജിസ്റ്റർ ചെയ്തത് 1965 ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ശ്രീനാരായണ സേവികാ സമാജം അഥവാ ശ്രീനാരായണഗിരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ചാരിറ്റബിൾ സൊസൈറ്റീസിൻ്റെ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം 1965 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു വചനമാണ് മാനവ സേവനം ദൈവീക സേവനമാണ് എന്നുള്ളത്. ആ വചനത്തെ ആധാരമാക്കിയാണ് ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഇവിടെ പ്രവർത്തിക്കുന്നത്. ശ്രീനാരായണഗിരിയിലുള്ള വാൽമീകി കുന്ന് കാണുന്നതിനായാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വാൽമീകി കുന്നിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ഒരു വ്യക്തിയുടെ പേരിലായിരുന്നു ഈ കുന്നുകൾ ഉണ്ടായിരുന്നത്. അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ഫോളോവറായി തീരുകയും ചെയ്തു. അതിനുശേഷം ഗുരുദേവൻ അദ്ദേഹത്തിന് വാൽമീകി എന്ന് നാമകരണം ചെയ്യപ്പെടുകയും പിൽക്കാലത്ത് അദ്ദേഹം ആ ഭൂമി ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങൾക്കായി വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ കുന്ന് വാൽമീകി കുന്ന് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഗുരുദേവൻ്റെ ശിഷ്യനായിരുന്ന സഹോദരൻ അയ്യപ്പനും അദ്ദേഹത്തിൻ്റെ പത്നി പാർവതി അയ്യപ്പനും ക്ഷേമപ്രവർത്തനങ്ങൾക്കായി ഒരു ഭൂമി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഗുരുദേവൻ ഈ ഭൂമി അവർക്ക് കൈമാറുകയും പിന്നീട് ചാരിറ്റബിൾ സൊസൈറ്റിക്കായി ഈ ഭൂമി ഉപയോഗിക്കുകയുമാണ് ചെയ്തത്. ആലുവ ടൗണിൻ്റെ വളരെ മനോഹരമായൊരു വ്യൂ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സർക്കാർ അടിയന്തരമായി ഇടപെട്ട് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണിത്. ഇവിടുന്ന് ആലുവ ടൗണാ കാണാം. നമ്മൾ ആലുവ ടൗണിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണ് ഇത് കണ്ടോണ്ടിരിക്കുന്നത്. അതെ, ഈ വ്ളോഗ് എല്ലാവരും കാണുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അപ്പോൾ പുഷ്പജിത്ത് ഞങ്ങളുടെ യൂട്യൂബ് ചക്കരയുടെ യൂട്യൂബ് കാണാറില്ലേ? ഞങ്ങളുടെ യൂട്യൂബ് ഇടയ്ക്ക് കാണുവാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള സനാരാജുവിന്റെ അമ്മയും ഈ നാട്ടുകാരെ കണ്ണിലുണ്ണിയുമായ പുഷ്പചിത്ത ഞങ്ങളുടെ യൂട്യൂബിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുകയാണ്. സതീശൻ ചിറ്റപ്പനും പുറകിലുണ്ട്. അതെ, അപ്പോ ഇൻസ്റ്റാഗ്രാമിൽ വ്ളോഗ് ചെയ്യുന്ന കൃഷ്ണദാസ് ദീപു എന്ന കണ്ണൻ നമ്മളോട് പോകുന്നുണ്ട്. പക്ഷെ ഇത് വലിയൊരു വ്യൂ ആണ് കേട്ടോ. ഈ വെയിലില്ലാത്ത സമയത്ത് നല്ല രസമായിരിക്കും. ചുറ്റും ആ വ്യൂ കാണാൻ പറ്റും അല്ലേ? അതെ അതെ അതെ, പറ്റും. വൈകിട്ട് ഇവിടെ വന്നാൽ രസമായിരിക്കും. ഇതിപ്പോ നല്ല വെയിലല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇത് അവിടെ ഇറങ്ങി കാണാം, ഇറങ്ങിയിട്ട് എടുക്കാം. നല്ല സൂപ്പർ തിരിച്ചു നൽകപ്പെടുന്ന കിട്ടാം.
ഞാൻ മുകളിൽ കണ്ടു. ആ നമുക്ക് പോവാം. അപ്പോൾ മികച്ച സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ ശ്രീനാരായണഗിരി ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. See you in another vlog. Bye for now.